ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ സെക്രട്ടറി കൂടെ ഉണ്ട്. നമസ്കാരം. അപ്പം ആലപ്പുഴയുടെ ഈ സ്റ്റോളിലേക്ക് സ്വാഗതം. എല്ലാവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ആലപ്പുഴ ഇവിടെ പ്രവാസി അസോസിയേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മളെപ്പോഴും വ്യത്യസ്തമായ പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നത് എന്താണ്? ഹൗസ് ബോട്ടും അതേപോലെ തന്നെ വെള്ളവും ഉള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും ആലപ്പുഴയെ പറ്റി ഓർക്കുന്നത്. അതിവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആലപ്പുഴയുടെ സ്പെഷ്യലാണ് കരിമീൻ. അപ്പം കരിമീൻ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിലാണ് ഏറ്റവും ഇതെന്ന് വെച്ചാൽ അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ നമ്മുടെ ആലപ്പുഴയിലാണ്. അപ്പം അമ്പലപ്പുഴ പാൽപ്പായസമുണ്ട്. പിന്നെ അത് കൂടാതെ കയറുൽപ്പന്നങ്ങൾ, ചകിരി, കയറ്, പിന്നെ എന്താണ് പായ, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആലപ്പുഴയിലെ ശരിക്കും പ്രൊഡക്ട്സ് ആണ്. അപ്പം അത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനിയും പറയുന്നു, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ആലപ്പുഴ ഇവിടെ ഒരു സ്റ്റാൾ ഇട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ ഓർമ്മ വരും, അല്ലേ? നമ്മുടെ നാട് ഓർമ്മ വരും. അതുകൂടാതെ ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ. അതുകൂടാതെ തകഴി പ്രശസ്തരായ നമ്മുടെ അച്യുതാനന്ദൻ, അതേപോലെ തന്നെ തകഴി ശിവശങ്കരപ്പിള്ള, നരേന്ദ്രപ്രസാദ്, നിങ്ങൾക്ക് കാണാം, രാജൻ പി ദേവ്, KPC ലളിത, നെടുമുടി വേണു, അങ്ങനെ പോകുന്നു ആലപ്പുഴയുടെ കലാകാരന്മാർ. അപ്പം നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ്. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് ഈ സ്റ്റോളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടൊക്കെ ഓർമ്മ വരും. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ പ്രസിഡന്റ് ഹായ്, ഹലോ, ഹായ്, നമസ്കാരം. സ്റ്റോളിനെ പറ്റിയൊക്കെ സംസാരിക്കുമായിരുന്നു. അതെ, എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റോൾ ആലപ്പുഴയുടെ? ഇങ്ങനെ ഒരു പ്ലാൻ തോന്നാൻ കാരണം അതോ വേറെ? അല്ല, നമ്മളിപ്പം ആലപ്പുഴക്കാരല്ലേ. ആലപ്പുഴ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നതാണ് ഹൗസ് ബോട്ട്, പിന്നെ കായല്, നമ്മുടെ സ്വന്തം തുള്ളൽ, കുഞ്ചൻ നമ്പ്യാര്, വള്ളം. ഇത് ശരിക്കും പറയാൻ നമ്മളുടെ ഒരു ടീമുണ്ട്. എന്നാൽ രാത്രി മുതൽ അറേഞ്ച്മെന്റ്സിലായിരുന്നു. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ടീമുണ്ട്. അവർക്കാണ് ഇതിന്റെ കൂടുതൽ അപ്രീസിയേഷൻ. നമ്മളിങ്ങനെ ജസ്റ്റ് ഗൈഡ് ചെയ്തുള്ളൂ, എല്ലാം ചെയ്തത് അവരാണ്. ആലപ്പുഴ ജില്ലാ പ്രവാസി ഇതിവിടെ ക്രമീകരിച്ച എല്ലാ സംഘാടകർക്കും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉള്ള ആശംസ പറയുകയാണ് കേട്ടോ. നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനായിട്ട് ഇടവരട്ടെ. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ മലയാളോത്സവത്തിന്റെയും എന്റെയും ആശംസകൾ. താങ്ക് യു. Thank you.